ശക്തിപ്പെടുമാറാകരുതേ. നിന്റെ പരിശുദ്ധ റൂഹായുടെ നിമിത്തപ്പെടുവാൻ ഞാൻ യോഗ്യനായി തീർന്നിരിക്കുന്നതുകൊണ്ട് ആദ്യം മുതലുള്ള സൗരഭ്യവാന്മാരോട് കൂടെ ഓഹരിമവാസവും കൊണ്ടെത്തുകയും നിന്നെ നിന്റെ ഏകപുത്രനെയും സാരത്തിനും പരിശുദ്ധനായ നിന്റെ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. പ്രതികൂല സാഹചര്യങ്ങളിൽ എല്ലാ പള്ളികളിലും കുർബാനകളുടെ വികാരിമാരും സഹവേദിയെ കൈക്കാരന്മാരും മാലിന്യങ്ങൾക്ക് ജനങ്ങളും ശേഷം ജനങ്ങളുമാകുന്ന ആത്മീയമക്കൾ കർത്താവുമായിട്ട് സസ്യം അറിയിക്കുന്നു. ഭദ്രാസനത്തിന്റെ സർവോന്നതമായ വളർച്ച ലക്ഷ്യമാണ് ആരംഭം കുറിച്ചിരിക്കുന്ന കുടുംബയുക്തികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ഭദ്രാസന ഏകീകൃതമായി പ്രവർത്തിക്കുന്നതിനും ക്രമീകരണം ചെയ്തു. വിശ്വാസികളുടെ കൂട്ടായ്മയിൽ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഐക്യം വളർത്തുന്നതിനും സഭ ഒരു കൂട്ടായ്മ ഉള്ള സമൂഹം എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനും ഇതിലൂടെ സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. സഭയുടെ പ്രവർത്തനങ്ങൾ കുടുംബ കേന്ദ്രീകൃതമാകുവാനും ആദിമസഭയിലെ പോലെ കാർമിക സഭയുടെ രീതിയിൽ ഇടവ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് സഭയിലെ ഏറ്റവും ചെറിയ യൂണിറ്റായ കുടുംബങ്ങളുടെ നവീകരണത്തിനും ഉയർച്ചയ്ക്കുവാൻ പ്രവർത്തിക്കുവാൻ കുടുംബ വഴി സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഭദ്രാസനത്തിലെ സാമ്പത്തിക പിന്നോക്ക കുടുംബങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിനും സമൂഹത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടുള്ള ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുന്നു. ഈ ദേവാലയം ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയുടെ ഒരു യോഗം വെളിച്ചത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് വേണ്ടി നിർവഹിക്കുന്നതാണ് എന്ന വിവരം നിങ്ങൾ അറിയിക്കുന്നു. വീണ്ടും നടത്തുവാൻ വേണ്ടി വിവാഹ ഗായക സംഘങ്ങളെ പ്രത്യേകം പരിശീലിപ്പിക്കുകയും അത് വിജയകരമായി പൂർത്തീകരിച്ചവർക്ക് തിരിച്ചറിയാൻ ശേഷി വിവരം ലഭിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛൻ ഭദ്രാസനത്തിൽ കോയ ക്രമീകരിച്ചതെന്നുമായിരിക്കും. പള്ളിച്ചെലവെന്ന് സംബന്ധിക്കുന്നതാണ്. രജിസ്ട്രേഷൻ ഫീസ് സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള ഭാഗമാണ്. യേശുവിനെ പ്രകാരം പറഞ്ഞു, ചുങ്കക്കാരും വിശ്വാസത്തിലും നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകും എന്ന് ഞാൻ സത്യസന്ധമായി പറയുന്നു. എന്നുണ്ടെന്നാൽ യോഹന്നാൻ നീതിമാർഗ്ഗത്തിൽ നിങ്ങൾ അടുക്കുമെന്നും നിങ്ങൾ അവരെ വിശ്വസിച്ചില്ല. ചുങ്കക്കാരും വിശ്വാസത്തിലും അവരെ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവരെ വിശ്വസിക്കാത്തവണ്ണം ഒരു പോലും പശ്ചാത്തലിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ മുമ്പ് കർത്താവ് വിവാഹം പറയുന്നുണ്ട്. ഒരു പിതാവ് തന്റെ 2 മക്കളെയും അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, എന്റെ മകനെ നീ ഇന്ന് പോയി എന്തിൽ തോന്നുന്നത് വേല ചെയ്യണം. അവൻ പറഞ്ഞു, എനിക്ക് മനസ്സിൽ. പക്ഷേ തന്റെ ഈ മറുപടി പശ്ചാത്തലിച്ച ഈ മകൻ പിന്നീട് മുന്തിരിത്തോട്ടത്തിലേക്ക് പോവുകയും വേല ചെയ്യിച്ചു. രണ്ടാമത്തെ മകനോട് എന്റെ മകനെ നീ എനിക്ക് വേണ്ടി മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യണമെന്ന് പറയുമ്പോൾ അതെന്താ പിതാവേ, എന്റെ പിതാവിനെ കാണുക, എന്റെ പിതാവിനെ ഞാൻ നിശ്ചയമായിട്ട് പോകാമെന്ന് പറയുകയും എന്നാൽ പോകാൻ ഇരിക്കുകയും ചെയ്തു. ഈ ബാഹ്യമായ പ്രകടനങ്ങളിലൂടെ പോകുന്ന മനുഷ്യനെ രക്ഷപ്പെട്ടുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു വചനമാണ്. ചുങ്കക്കാരെ പരീക്ഷയുമാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ബാഹ്യമായ അനുഷ്ഠാനങ്ങളെക്കാൾ ഉപരി
നമ്മുടെ മനോഭാവങ്ങൾ ഒരുപാട് തിരുത്തപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ കുറിച്ചുള്ള അറിവ് അന്വേഷണം വേണ്ട അനുഭവമാണ്. ഇതാണ് നമ്മളെ ഈ വചനത്തിലൂടെ പറഞ്ഞ് പഠിപ്പിക്കുക. കർത്താവിന്റെ കുരിശാരോഹണത്തിന് ശേഷം സ്ലീഹന്മാര് ചിന്തിച്ചിതറിപ്പോയി. സ്ലീഹന്മാർ ചിന്തിച്ചിതറി അവിടെ ഇവിടെയാണ് പിന്നീട് ഒരുമിച്ച് കൂടി മർക്കോസിന്റെ മാളികയിൽ ഭയന്ന് വിറച്ച്, വെളിയിലേക്ക് തലവട്ടം കാണിക്കുവാൻ ഭയന്ന് വിറച്ച് ഇവര് മർക്കോസിന്റെ മാളികയിൽ ഇരിക്കുവാൻ. അവരുടെ അവസ്ഥയാണ്. കർത്താവ് മരിച്ചു, എല്ലാം അവസാനിച്ചു, ഈ ഒരു നിർത്തിയില്ല. തലവട്ടം വെളിയിൽ കണ്ടാൽ ഞങ്ങളുടെ കൊണ്ടുപോയി ഈ ഒരു അവസ്ഥയിൽ ഭയന്ന് വിറച്ചിരിക്കും. എന്നാൽ ഇതിലും ഭയന്ന് യഹൂദന്മാർ ഭയപ്പായോ എന്ന് പിതാക്കന്മാർ എഴുതിയിരിക്കുന്നു. ആ ഉയർപ്പിന് ശേഷമുള്ള ആഴ്ചകളിൽ സിറയ്ക്കാത്ത വായിച്ചാൽ മനസ്സിലാവും. ഇതിലും ഭയപ്പാടോടുകൂടിയാണ് യഹൂദന്മാർ ഭയമായി. കാരണം എന്താ? അവൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് താൻ പീഡ അനുഭവിക്കേണ്ടി വരും, മരിക്കും, കൊല്ലപ്പെടും. പക്ഷേ മൂന്നാം ദിവസം താൻ ഉയർന്നു. താൻ പീഡ അനുഭവിക്കേണ്ടി വരും, നിശ്ചയമായും വധിക്കപ്പെടും, കൊല്ലപ്പെടും. പക്ഷേ മൂന്നാം ദിവസം താൻ ഉയർത്തുമെന്ന ഉപമകളിലൂടെയോ മറ്റ് എന്താ പറയാ ഇൻഡയറക്റ്റ് ആയിട്ടൊന്നുമല്ല, വളരെ ഡയറക്റ്റ് ആയിട്ട് പ്രത്യക്ഷമായ രീതിയിൽ വ്യക്തമായിട്ട് കർത്താവ് സ്ത്രീയന്മാരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സ്ത്രീയന്മാരെ വിശ്വസിച്ചില്ല, പക്ഷെ യഹൂദന്മാരെ വിശ്വസിച്ചു. കാര്യം അവർ പറഞ്ഞു അവരുടെ അവന്റെ ജീവിതത്തിൽ അവനെ കഴിഞ്ഞ 2-3 വർഷത്തെ അടുത്തതായിട്ട് ഞങ്ങൾ ഈ തെരുവിലൂടെ നടക്കുന്നതും അവന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവന്റെ ജീവിതത്തിൽ അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതേപടി അവൻ പാലിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞിട്ടുള്ളത് ഒരു വള്ളിക്കുള്ളിൽ വ്യത്യാസമില്ലാതെ അവൻ പാലിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ അവൻ പാലിച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും അവൻ ഉയർത്തും, മൂന്നാം ദിവസം ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർത്തിയിരിക്കും എന്ന് കർത്താവിനോട് ശത്രുതാ മനോഭാവം പുലർത്തി യഹൂദന്മാർ വിശ്വസിച്ചു. എന്നാ ഇത് കൂടെ നമ്മൾ സ്ത്രീയന്മാർക്ക് വിശ്വസിക്കണം. അതുകൊണ്ട് ഈ യഹൂദന്മാരെത്തി പിലാത്തോസിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞു. അവന്റെ കാര്യത്തിൽ നമ്മുടെ വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് കാര്യം ചെയ്യണം, ഒരു വലിയ കല്ലുകൊണ്ട് അവന്റെ ആയിക്കോട്ടെ സംഭവിച്ചു. മാത്രമല്ല അവന്റെ കല്ലറയ്ക്ക് പിലാത്തോസ് പറഞ്ഞു നടക്കുന്ന കാര്യം നിങ്ങൾ ഈ ജനങ്ങളുടെ പുറകെ പോകാൻ എനിക്ക് സമയമില്ല. ഇവിടെ പടയാളികളുണ്ട്. നിങ്ങൾക്ക് അന്ന് ആ കാലത്ത് 2 തരത്തിലുള്ള പടയാളികളുണ്ട്. ഒന്ന് റോമാ സാമ്രാജ്യത്തിന്റെ പടയാളികളുണ്ട്, 2 ഈ ദേവാലയത്തിലുള്ള പള്ളികൾക്ക് സുനഗോഗുകൾക്ക് പടയാളികളുണ്ട്. പള്ളി പടയാളികളുണ്ട്, സിനഗോഗുകൾക്ക് പള്ളികൾക്ക് പടയാളികളുണ്ട്. നിങ്ങൾക്ക് പടയാളികളുണ്ട്, നിങ്ങളുടെ സിനഗോഗുകൾക്ക് പള്ളികൾക്ക് പടയാളികളുണ്ട്. അവരെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ 2 പേരെ മനോഭാവം കൂടെ പിറന്ന സ്ത്രീയന്മാര്, കർത്താവിന്റെ ശിഷ്യന്മാരെന്ന് അറിയപ്പെട്ട, കർത്താവിനോട് രാമം പകരുന്ന നടക്കുന്നതിന് അവകാശപ്പെട്ട സ്ത്രീയന്മാരുടെ കർത്താവിനെ വളരെ വിശ്വസിക്കാൻ ഒത്തില്ല. മൂന്നാമൊക്കെ ഉയർത്തുന്നു. അതുകൊണ്ട് അവരെല്ലാം അവസാനിച്ചു വിചാരിച്ച് ഭയന്ന് തളച്ച് പോയിരുന്നു. എന്നാൽ കർത്താവിനെ ശത്രു മനോഭാവത്തോടുകൂടി കണ്ടുകൊണ്ടിരുന്ന, കർത്താവിനെ ദൂരെ അകറ്റി നിർത്തിയിരുന്ന യഹൂദന്മാർ അവരെ വളരെ വിശ്വസിച്ചു. ഇന്ന് നമുക്ക് സംഭവിക്കുന്നത് തന്നെയാണ്. ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ദേവാലയത്തിൽ ഇവിടെ വന്ന് അനുഗ്രഹം കൂടി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നവരുടെ എണ്ണം ഞാൻ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. പകരം എത്രയോ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു. ചില പ്രത്യേകിച്ച് 20 ദിവസം ഒരുപാട് പേര് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ശരിക്കും എനിക്ക് തോന്നലായിരിക്കും, എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നവരുടെ എണ്ണം നമ്മുടെ ഇടവക്കാരെ നമ്മുടെ ഇടവക്കാർ ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നതിൽ കൂടുതൽ എണ്ണം പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നു. നമുക്ക് എന്തൊക്കെയോ വിശ്വാസവാദം പറയുന്നത് വിശ്വാസവാദം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം അറിയാം, പക്ഷെ അതിനനുസരിച്ച് ദൈവത്തെ അറിയാം, പക്ഷെ അതിനനുസരിച്ച് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ വിശുദ്ധ കുർബാന സംബന്ധിക്കുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ കുർബാന കർത്താവിനെ മാറുകയാണ് പറയുന്നത്. എങ്കിലും നമ്മൾ വരുമ്പോ 9 മണി അതേ ഒക്കത്തുള്ളൂ, അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ ഒരു വചനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഫ്രാൻസിസ് അസീസി എന്ന്
ഞാൻ എഴുതി ആ തലം. രണ്ടാമത്തെ അത്ഭുതം ഇവരെഴുതി. മൂന്നാമത്തെ അത്ഭുതം അവനെ ആരെയും അറിയില്ല, വിശ്വസിച്ചത് അറിയില്ല. മൂന്നാമത്തെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നവരുമല്ല. ബാഹ്യമായ പ്രകടനങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ മാത്രം പോയിട്ടില്ല. അത് അപ്പുറത്ത് ഇതൊക്കെ അനുഭവമാണ്. ഉദാഹരണ അനുഭവമാക്കി മാറ്റണം. പ്രിയപ്പെട്ടവർ, വളരെ ഒരു അനുഭവമാക്കി മാറ്റണം. ധ്യാനയോഗ അനുഭവമാക്കി മാറ്റണം. അപ്പോൾ തമ്പുരാൻ ഇല്ലെങ്കിൽ ഇവിടെ പറയുന്നു, വ്യക്തമായിട്ട് പറയുക, നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്ന അവിശ്വാസികൾ വിധിച്ചുകൊണ്ട് ഇതാ എല്ലാ രീതിയിലും മോശക്കാരാണോ മേശലുള്ളവരാണെന്ന് വിചാരിച്ച് നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്ന നിങ്ങളെക്കാൾ നിങ്ങൾ സ്വന്തരാജ്യം പോകുന്നതാണോ? അതുകൊണ്ട് നമ്മുടെ മനോഭാവം ദൈവത്തിനായിരിക്കുന്നതാണ്. നമുക്കെല്ലാം അറിയാം, സ്ത്രീമാർക്കെല്ലാം അറിയാം, പക്ഷെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ ശത്രുക്കൾ വിശ്വസിച്ചു, കർത്താവിനെ ശത്രുതയോടുകൂടിയിരുന്നവർ വിശ്വസിച്ചു എന്ന് പറയുന്നതുപോലെ നമുക്കും അബദ്ധം പറ്റാതിരിക്കട്ടെ. വചനത്തിൽ വിശ്വസിക്കാം, ഉദാസീനം വിശ്വസിക്കാം. അങ്ങനെ ഒരു സാക്ഷ്യമാണ് ദൈവം നയിക്കുവാൻ ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും ഓർപ്പിക്കുന്നു. അറിയിക്കുന്നുണ്ട്. പള്ളി ഇടവക മാനേജിംഗ് കമ്മിറ്റി അറിയിക്കുന്നുണ്ട്. യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ 23/8/2015 ഞായറാഴ്ച വൈകുന്നേരം ഒരു കമ്മിറ്റി ബൈബിൾ ക്ലാസ് നടത്തുവാനുള്ള ആഗ്രഹമുണ്ട്. അതേക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ അടുത്ത ആഴ്ച അതിനുവേണ്ടിയുമായി ആലോചിച്ചു അറിയിച്ചുകൊണ്ട് നമുക്കറിയാം, സഭയുടെ വിശ്വാസത്തിനെതിരെ ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അതിൽ നിന്ന് മറുപടി പറയുവാൻ അറിയത്തില്ല. അതുകൊണ്ട് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു ബൈബിൾ ക്ലാസ്, പ്രത്യേകിച്ച് സത്യവിശ്വാസ പഠന സംബന്ധമായിട്ടുള്ള ക്ലാസുകൾ നടത്തുവാൻ തക്കവണ്ണം നിശ്ചയിച്ചിരിക്കുന്നു. അത് അവരുടെ ആ പുതിയൊരു കാലഘട്ടത്തെ ഒരുപാട് സ്ഥാപിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ, വിശ്വാസ സംബന്ധമായിട്ട് മറ്റു വിദ്യാഭ്യാസ നവീന സമൂഹത്തിൽപ്പെട്ട ആളുകളോട് പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി നമുക്ക് അറിയില്ല. അത് സംബന്ധിച്ച് വ്യക്തമായ ഒരു പഠനം നമ്മുടെ ആളുകൾ ഉണ്ടാകേണ്ട കാലഘട്ടത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമായിട്ട് എന്റെ കീഴിലോ യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ദീപുവിന്റെ കീഴിലോ അത് നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ ഏൽപ്പിക്കണം. അത് സംബന്ധിച്ച് ചോദ്യങ്ങളെല്ലാം മനസ്സിലാക്കി പിന്നീട് നമ്മൾ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ 23-ാം തീയതി എഴുതി തന്നിരുന്നതാണ്. 23 ആരംഭിച്ച ഡേറ്റ് കൺഫേം ചെയ്ത് നമ്മൾ ബൈബിൾ ക്ലാസ് നടത്തുന്നതാണ്. സെന്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയുടെ 4-ാം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മാസം തോറും നടന്നുവരുന്ന പ്രാർത്ഥനാ യോഗത്തിന്റെ ഈ മാസത്തെ യോഗം ഓഗസ്റ്റ് മാസം 15-ാം തീയതി ശനിയാഴ്ച പകൽ 3 മണിക്ക് നെയ്യാറ്റിൻകരയിൽ ശ്രീ ഫിലിപ്പ് മാത്യുവിന്റെ ശ്രീ ഷിബുവിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. എല്ലാ ഇടവകളും പ്രാർത്ഥനാപൂർവ്വം സംബന്ധിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. 12/8/2015 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് സെന്റ് ഏലിയാസ് ചാപ്പലിൽ സന്ധ്യപ്രാർത്ഥനയും ധ്യാനവും ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ടും അറിയിക്കുകയാണ്. 15/8/2015 ഓഗസ്റ്റ് മാസം 15-ാം തീയതി അത് ശുഭമായിട്ടുള്ളതാണല്ലോ. ഇത് ശനിയാഴ്ചയാണ് വരുന്നത്. ശനിയാഴ്ച വീടലാണ്. 7 മണിക്ക് നമസ്കാരവും 7 മണിക്ക് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ്. അതേ തുടർന്ന് വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ പാർശ്വ നേർച്ചയും ക്രമീകരിക്കുന്നതാണ്. ഓർപ്പിക്കട്ടെ, അമ്മയുടെ നാമത്തിലുള്ള പെരുന്നാളാണ്. എല്ലാ ദൈവങ്ങളും അതിനകത്ത് നേർച്ച കാഴ്ചകളോടുകൂടി സംബന്ധിക്കുന്നതുകൊണ്ട് പ്രത്യേകമായും ഓർപ്പിക്കട്ടെ. ശനിയാഴ്ച അന്ന് തന്നെ ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് പഴയ സന്ധ്യ നമസ്കാരം തുടർന്ന് കുരിശുനീക്കവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. 14/8/2015 ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച ധ്യാനയോഗം ഉണ്ടായിരിക്കുന്നതാണല്ലോ. മറന്നു പോകരുത്. 3-ാം ഞായറാഴ്ചയാണ്. വൈകുന്നേരം 6 മണിക്ക് ധ്യാനം ആരംഭിക്കും. 8:30 ക്രമീകരണം ചെയ്യും. എല്ലാവർക്കുമായി വാഹന സൗകര്യം ക്രമീകരിക്കുന്നതായിരിക്കും. പ്രത്യേകം ഓർപ്പിക്കട്ടെ. 15/8/2015 ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് പള്ളി മാനേജിംഗ് കമ്മിറ്റിയുടെ ഒരു യോഗം ഉണ്ടായിരിക്കുന്നതാണ്.
എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായി പറയുന്നു. 2 വിവാഹ പരീക്ഷകളുണ്ട്. ഈ പള്ളിയിലെ കല്ലുപറമ്പിൽ ശ്രീ അലക്സിന്റെയും ശിവ അലക്സിന്റെയും മകൾ അഞ്ജു അലക്സും അമേരിക്കൻ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയിലെ കുഴിപ്പറമ്പിൽ പുത്തൻവീട് ശ്രീ കെ യോഹന്നാന്റെയും ആശിമ യോഹന്നാന്റെയും മകൻ അജയ് വർഗീസ് ജോൺ തമ്മിലുള്ള വിവാഹം ഓഗസ്റ്റ് മാസം 17-ാം തീയതി 11 മണിക്ക് ആ പള്ളിയിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. അവകാശം 5 ലക്ഷം രൂപ. ഈ പള്ളിയിൽ അഞ്ചുമൂട്ടിൽ ശ്രീ ഡി കെ രാജുവിന്റെയും സുസമ രാജുവിന്റെയും മകൻ റോഷൻ രാജുവും കോട്ടയം CSI അസംഷൻ പള്ളിയിലുള്ളവരെയും ആനന്ദിൽ ശ്രീ ജോൺസൺ മാത്യുവിന്റെയും അയാൾ ജോൺസന്റെയും മകൻ റിയ മാത്യുവിന്റെ വിവാഹം ആഗസ്റ്റ് മാസം 22-ാം തീയതി 11 മണിക്ക് ഈ പള്ളിയിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. അവകാശം 2 ലക്ഷം രൂപ. വിവാഹ ശുശ്രൂഷകൾ നടത്തിക്കൊടുക്കാതിരിക്കുന്നവരുടെ പള്ളിയോട് സാധിക്കുന്ന ഇല്ലാത്ത വർഷം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ടും അർപ്പിക്കുന്നു. ശനിയാഴ്ച പാർശ്വദാശിക്ക് നമ്മുടെ ഇടവകയിലെ എല്ലാ വനിതകളും എല്ലാ സ്ത്രീജനങ്ങളും അതിനോട് സഹായിക്കണം. നിങ്ങൾ പ്രാർത്ഥനമാണ് പരിശുദ്ധയുടെ നാമത്തിൽ നടത്തപ്പെടുന്ന ആ പെരുന്നാളിലെ ഏറ്റവും ഭംഗിയായിട്ട് ആ നേർച്ച നിവർത്തിക്കപ്പെടുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥനമാണ്. അതുകൊണ്ട് അതിനകത്ത് എല്ലാവരും കൂടി വന്ന് സഹകരിക്കുവാൻ കുറച്ചു പേര് ഇപ്പോ രാഷ്ട്രീയ 10-50-60 പേരാണ് വരിക. അതൊന്നും പോരാ. നമുക്ക് ബാക്കിയുള്ള സ്ത്രീകളും കൂടി പരിശുദ്ധയുടെ നാമത്തിൽ ഉള്ള കൂട്ടായ്മയാണ് മൊത്തം പ്രദാസമാണ്. അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയാണ്. അതുകൊണ്ട് എല്ലാ സ്ത്രീജനങ്ങളും വെള്ളിയാഴ്ച മുന്നോട്ട് പ്രദാസമാനിൽ പങ്കെടുക്കുവാൻ പ്രത്യേകമായി ഓർപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ എല്ലാ ശനിയാഴ്ചത്തെ നേർച്ചയിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും സംബന്ധിക്കുവാൻ പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഇത് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇതിനെല്ലാം ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്നു. Let